മുറിവുകൾ മറന്നോ എന്നാണ് ചോദ്യം. മുറിവുകൾ മറന്നതല്ല, ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ ഒരു സർക്കാരിന് ചെയ്യാൻ സാധ്യമായത് സർക്കാർ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ പി ജയരാജൻ്റെ ഇന്നത്തെ രാവിലത്തെ പ്രസ്താവന വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് അദ്ദേഹം തന്നെ പറയുന്ന മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു. അതെന്തുകൊണ്ടെന്നാൽ ആ വിഷയത്തെ പി ജയരാജന് ശേഷം മറ്റൊരു മുതിർന്ന CPM നേതാവും പിന്താങ്ങിയിട്ടില്ല എന്നത് ഈ നിമിഷം വരെയും നമുക്കറിയാം. അപ്പോൾ പിന്നെ എന്തിനായിരിക്കും പി ജയരാജൻ അങ്ങനൊരു പ്രസ്താവന നടത്തിയത്? കഴിഞ്ഞ സംസ്ഥാന സമിതിയിലും പി ജയരാജൻ പാർട്ടി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു. RSSുമായി ബന്ധപ്പെട്ട പ്രസ്താവന ദോഷം ചെയ്തു, സാധാരണ നിലയിലുള്ള നേതാക്കൾ പോലും പറയാത്തത് പാർട്ടി സെക്രട്ടറി പറഞ്ഞു എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളൊക്കെ പി ജയരാജൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഇത് അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുക എന്ന മോഹം അവസാനിച്ചു. ഇനി അതിന് സാധ്യതയുമില്ല. സംസ്ഥാന സമിതിയിൽ തന്നെ തുടരുന്ന പി ജയരാജൻ ആ അർത്ഥത്തിൽ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും നിന്നുകൊണ്ടുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വിമർശനം, പക്ഷേ അത് സുരക്ഷിതമായിട്ടുള്ള വിമർശനമാണ്. കാരണം സർക്കാരിനെ പൂർണ്ണമായും തള്ളുകയല്ല, എന്നാൽ തൻ്റെ നീരസവും അതൃപ്തിയും വളരെ വ്യക്തമായി പ്രകടിപ്പിക്കുകയാണ് പി ജയരാജൻ ചെയ്തത്. വിശദീകരിക്കേണ്ടത് സർക്കാരാണ് എന്ന മട്ടിലുള്ള ഒരു പ്രതികരണവും പി ജയരാജൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതേപോലെ ഏതെങ്കിലും വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രതികരിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല. മാത്രവുമല്ല, ഈ വിഷയത്തിൽ പി ജയരാജൻ തന്നെ മറുപടിയുമായി രംഗത്ത് വരികയായിരുന്നു. പി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഏതെങ്കിലും ഇപ്പോൾ എം വി ജയരാജൻ കൂത്തുപറമ്പിൽ അന്ന് ആ സമയത്തുണ്ടായിരുന്നയാളാണ്, ഇതുവരെ പ്രതികരിച്ചിട്ടില്ലല്ലോ. ഈ വിഷയത്തിൽ ഇതുവരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ലല്ലോ. ബാക്കി പാർട്ടിയിൽ മുതിർന്ന ഒരു നേതാവും, ഇപ്പോൾ അന്ന് തല്ലുകൊണ്ട എം സുകുമാരൻ, അന്ന് ലോക്കൽ സെക്രട്ടറിയാണ്, ഇന്നിപ്പോൾ ഏരിയ സെക്രട്ടറിയാണ്, എം സുകുമാരൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇവരാരും തന്നെ പ്രതികരിക്കാതെ പി ജയരാജൻ വന്ന് ഈ നിമിഷത്തിൽ പ്രതികരിച്ചത് തൻ്റെ അതൃപ്തി പരസ്യമാക്കുക എന്നുള്ളതാണ്. അത് പാർട്ടിക്കുള്ളിലെ തനിക്ക് നേരിടുന്ന അവഗണനയോടുള്ള അതൃപ്തിയും അതേസമയം തന്നെ ഈ വിഷയത്തിൽ കൂത്തുപറമ്പിൽ അത് വൈകാരികമായ വിഷയമായി എടുക്കുന്ന ഒരു സമൂഹത്തിന് മുൻപിൽ അദ്ദേഹം അവരോടൊപ്പം ചേർന്നുകൊണ്ടുള്ള ഐക്യപ്പെടലുമാണ് അവിടെ നടത്തിയത്. അത് യഥാർത്ഥത്തിൽ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, സർക്കാർ ഈ പോലീസ് മേധാവിയായി പ്രകാശ് സിംഗ് കേസിന് ശേഷമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തിയ നിയമനമാണിത്. എന്നാൽ നമ്മുടെ തൊട്ടടുത്ത് രണ്ട് സംസ്ഥാനങ്ങളുണ്ടല്ലോ, കർണാടകയും തമിഴ്നാടും. അവിടെ ഇതുവരെയും DGPയെ, സംസ്ഥാന പോലീസ് മേധാവിയെ പ്രകാശ് സിംഗ് കേസിൻ്റെ തുടർച്ച എന്ന വണ്ണം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നിയമിച്ചിട്ടില്ലെന്നേ. അവിടെ UPSCക്ക് ലിസ്റ്റ് പോലും കൊടുത്തിട്ടില്ല. കാരണം അവർ ഭയക്കുന്നത് UPSC വെട്ടുന്നത് അല്ലെങ്കിൽ UPSC തരുന്നത് കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെയാവും. അതവരെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിലുമൊക്കെ വലിയ പ്രതിസന്ധിയാകും. പക്ഷേ ഈ വിഷയത്തിൽ കേരള സർക്കാർ എടുത്തത് ധീരമായൊരു തീരുമാനമാണ്. കാരണം വരാൻ പോകുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പാണ്, വരാൻ പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഈ നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഈ സർക്കാരിന് അനുകൂലമായി നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു കാരണവശാലും കണക്കാക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥരാണ് ഈ പട്ടികയിലുള്ള മൂന്ന് പേരും മൂന്ന് കോണ്ടെക്സ്റ്റുകളിലാണ്. പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ രവതാ ചന്ദ്രശേഖരന് കൂടുതൽ മെറിറ്റ് വരാനൊരു കാരണമുണ്ട്. അത് ഞാൻ പറയാം. ഒന്ന്, ഈ പ്രകാശ് സിംഗ് കേസിൽ 2006 വിധി വരുന്ന സമയത്ത് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: പരമാവധി പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ നിയമനത്തിൽ ഒഴിവാക്കണം എന്നുള്ളതാണ്. മാത്രമല്ല 2 വർഷം കൂടി അദ്ദേഹത്തിന് ഫിക്സഡ് ടേം കൊടുക്കണം എന്നുള്ളതാണ്. 6 മാസം കാലാവധി ബാക്കിയുള്ളപ്പോഴാണ് സാധാരണ ഈ ലിസ്റ്റ് അയക്കുന്നത്. പക്ഷേ നിങ്ങൾ മേധാവിയായി തീരുമാനിക്കപ്പെട്ടാൽ 2 വർഷം കൂടി സർവീസിൽ തുടരാം. ഇവിടെ എന്താ പ്രശ്നം? ഇപ്പോൾ നിലവിൽ നമ്മളുടെ രവതാ ചന്ദ്രശേഖർ 1991 IPS ബാച്ച്, കേരള കേഡർ, ആന്ധ്രാപ്രദേശിലെ ഈസ്റ്റ് ഗോദാവരിയിൽ നിന്നുള്ള വളരെ സത്യസന്ധനായ, ഹൈദരാബാദിൽ അന്ന് എനിക്ക് തോന്നുന്നു ഹൈദരാബാദിലാണ് ASP ആയിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. അവിടെ നിന്നാണ് പിന്നീട് കേരള കേഡറിലേക്ക് വരുന്നത്. SP ആയിട്ട് ചുമതല ഏറ്റെടുക്കുന്നത് തലശ്ശേരിയിലാണ്. നിതിൻ അഗർവാൾ ഒഴിയുന്ന വേക്കൻസിയിലേക്കാണ് ഈ രവതാ ചന്ദ്രശേഖർ വരുന്നത്. ഹൈദരാബാദിൽ നിന്ന് വരുന്നത് കേരളത്തിലെ കേഡറിലേക്ക്, തലശ്ശേരിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ നിലവിൽ IBയുടെ മേധാവിയായ തപൻ കുമാർ ദേവ യഥാർത്ഥത്തിൽ 1 വർഷം കൂടി എക്സ്റ്റൻഷൻ നീട്ടിക്കൊടുക്കുന്നു കേന്ദ്ര സർക്കാർ. കേരളത്തിലേക്ക് തിരിച്ചു മടങ്ങാൻ താല്പര്യമില്ലാതിരുന്ന രവതാ ചന്ദ്രശേഖറിന് ഇനി 6 മാസം കൂടി മാത്രമേ കാലാവധിയുള്ളൂ. എന്നാൽ കേരളത്തിൻ്റെ പോലീസ് മേധാവിയായി വന്നാൽ 2 വർഷം കൂടി കാലാവധി കിട്ടും. എന്ന് വെച്ചാൽ 2026-27 വരെ കാലാവധി ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ആ 1.5 വർഷത്തെ സർവീസ് കൂടി അധികം രവതാ ചന്ദ്രശേഖരന് കിട്ടും. അതുകൊണ്ടാണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു വന്നത്. ഒരു പക്ഷേ IBയുടെ മേധാവിയായി അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടിയിരുന്നുവെങ്കിൽ ഈ പോസ്റ്റിലേക്ക് വരാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നില്ല. അങ്ങനെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. നിലവിലെ മേധാവിക്ക് 1 വർഷം പക്ഷേ 1 വർഷം നീട്ടിക്കൊടുത്തതാണ് സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി തന്നെ പോകണം. അതുകൊണ്ടാണ് നിലവിൽ രവതാ ചന്ദ്രശേഖർ വന്നത്. ഇനി രവതാ ചന്ദ്രശേഖർ വന്നില്ലെങ്കിലോ? രവതാ
ചന്ദ്രശേഖര ഇത് ഒഴിയുകയായിരുന്നുവെങ്കിൽ, ഇതിന് വില്ലിങ്നെസ് പ്രകടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ പകരം പട്ടികയിലുള്ളത് നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത, അത് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് മനോജ് എബ്രഹാം ആയിരിക്കും. സ്വാഭാവികമായി മനോജ് എബ്രഹാം ആയിരിക്കും സംസ്ഥാനത്ത് സർക്കാരിൻ്റെ പിക്ക്. മനോജ് എബ്രഹാമിനോട് സർക്കാരിനോട് ഒരു വിരോധവുമില്ല. മറ്റൊന്ന് അജിത് കുമാറാണ്. അജിത് കുമാറിനെ ഈ സാഹചര്യത്തിൽ സർക്കാർ നിയോഗിക്കാനുള്ള സാധ്യത കുറവാണ്. കാര്യം പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആകും അത് എന്നുള്ളതും അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പക്ഷെ 30 വർഷത്തെ സർവീസ് ഉണ്ടെന്ന് സർക്കാർ തന്നെ കൊടുത്തു. തുടക്കത്തിൽ പല നീക്കങ്ങളും നടത്തിയിരുന്നു, ശ്രമിച്ചിരുന്നു. പക്ഷേ മനോജ് എബ്രഹാമിലേക്ക് തന്നെയായിരുന്നു സർക്കാരിന്റെ ഉന്നം. അതിനുവേണ്ടി രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, രേവതാ ചന്ദ്രശേഖരനെ അദ്ദേഹത്തിന് വില്ലിങ്നെസ് ഉണ്ടാവില്ല എന്നാണ് കരുതിയത്. പക്ഷേ അതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. IB മേധാവിയായി തപൻകുമാർ ദേവയെ നിയമിക്കുന്നു. അതോടുകൂടി 1 വർഷം കൂടി എക്സ്റ്റൻഷൻ കൊടുക്കുന്നു. അതോടുകൂടി രേവതാ ചന്ദ്രശേഖരന് ഇതല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് രേവതാ ചന്ദ്രശേഖർ വന്ന് മുഖ്യമന്ത്രിയെ കാണുന്നത്. കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇനിയുള്ളത് നിതിൻ അഗർവാളാണ്. നിതിൻ അഗർവാളിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. 1994 RSSുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ അന്ന് തലശ്ശേരിയിലെ ലോക്കൽ കമ്മിറ്റി അംഗമായ M സുകുമാരനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുന്നുണ്ട്. അതിനുശേഷം കേസ് പോകുന്നുണ്ട്, തുടർച്ചയായ കേസുകൾ കൊടുക്കുന്നുണ്ട് CPM. നിതിൻ അഗർവാളിനെ സംബന്ധിച്ച് CPMന്റെ ലോക്കൽ നേതാക്കൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു നേതാവാണ് നിതിൻ അഗർവാൾ എന്ന് പറയുന്നത്. പക്ഷേ പട്ടികയിൽ അദ്ദേഹമാണ് 1ാം സ്ഥാനം. അപ്പോൾ ഒരു കാരണവശാലും അദ്ദേഹത്തെ നിയമിക്കാൻ കഴിയില്ല. പിന്നീടാണ് രേവതാ ചന്ദ്രശേഖർ. ഞാൻ അതിലേക്ക് വരാം. അതിന് പിന്നീടുള്ളത് യോഗേഷ് ഗുപ്തയാണ്. യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ എന്താ പ്രശ്നം? യോഗേഷ് ഗുപ്തയുടെ വസ്തുതാ റിപ്പോർട്ട് പോലും സർക്കാർ ഇടയ്ക്ക് കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം താല്പര്യമില്ലെങ്കിൽ ഒഴിഞ്ഞു പോകട്ടെ എന്ന് കരുതിയിട്ടാണ്. നിലവിൽ അദ്ദേഹം സർക്കാരിന് താല്പര്യമുള്ള ചില കേസുകളിൽ വിജിലൻസിൻ്റെ ചില പ്രത്യേക ഉത്തരവുകൾ ഇറക്കുക, വിജിലൻസുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിക്കുക, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക. വേണ്ടത്ര തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജേക്കബ് ജോർജ് സിൻഡ്രം ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് സർക്കാരിന് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് സർക്കാരിന് താല്പര്യമില്ലാത്തൊരു ഉദ്യോഗസ്ഥനായിരുന്നു യോഗേഷ് ഗുപ്ത. അപ്പോൾ ഇവർ പോയി മനോജ് എബ്രഹാം വരിക എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. പക്ഷേ അത് UPSCയുടെ ലിസ്റ്റിൽ വന്നപ്പോൾ മനോജ് എബ്രഹാം ഇല്ല, അജിത് കുമാർ ഇല്ല, പകരമുള്ളത് ഈ 3ലാണ്. ഈ 3 പേരിൽ ഏറ്റവും ബെറ്റർ ഏത് എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് രേവതാ ചന്ദ്രശേഖരുമായി ബന്ധപ്പെട്ട ചോദ്യം. കൂത്തുപറമ്പിലെ 1994 അപകടം നടക്കുന്ന സമയത്ത് നവംബർ 25-ാം തീയതി വെടിവെപ്പ് നടക്കുന്ന സമയത്ത് പരിയാരം എന്തിനായിരുന്നു വെടിവെപ്പ്? നേരത്തെ ജിമ്മി പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ വിയോജിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട ഒരു സമരമേ ആയിരുന്നില്ല അന്ന് കൂത്തുപറമ്പിൽ നടന്നത്. കൂത്തുപറമ്പിൽ നടന്നത് വളരെ സ്പെസിഫിക് ആയ ഒരു റീസൺ ഉണ്ടായിരുന്നു. എന്തായിരുന്നു സ്പെസിഫിക് ആയ റീസൺ? പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാരിൻ്റെ വായ്പയിൽ, സർക്കാരിൻ്റെ ഭൂമിയിൽ, സർക്കാരിൻ്റെ കെട്ടിടത്തിൽ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. അത് അന്ന് MV രാഘവനും K കരുണാകരനും ചേർന്നൊരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നു. ആ ട്രസ്റ്റിലേക്ക് ഈ മെഡിക്കൽ കോളേജിനെ മാറ്റാനൊരു നീക്കം നടത്തുന്നു. ആ ട്രസ്റ്റ് ഈ മെഡിക്കൽ കോളേജ് നടത്തിയാൽ മതി എന്ന് തീരുമാനമെടുക്കുന്നു. സർക്കാരിൻ്റെ ഭൂമിയിൽ, സർക്കാരിൻ്റെ കെട്ടിടത്തിൽ, സർക്കാരിൻ്റെ വായ്പയിൽ സ്വകാര്യ വ്യക്തികളുടെ ട്രസ്റ്റിന് അത് അനുവദിക്കാനാവില്ല. ഇതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. അന്ന് അതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധത്തിനൊടുവിൽ വെടിവെപ്പുണ്ടാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. MV രാഘവൻ അർബൻ ബാങ്ക് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സമയത്താണ് ഈ വെടിവെപ്പുണ്ടാവുന്നത്. ഈ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തല്ല. ഞാൻ വരാം, തിരിച്ചു വരാം. അപ്പോൾ ഇവിടെയാണ് ഇനി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. ഇവിടെ രേവതാ ചന്ദ്രശേഖർ ഈ സംഭവം നടക്കുന്ന 1994 നവംബർ 25-ന് 2 ദിവസം മുമ്പ് നവംബർ 23-ാം തീയതി 22-ാം തീയതിയാണ് തലശ്ശേരിയിൽ എത്തുന്നതും SP ആയിട്ട് ചുമതല ഏറ്റെടുക്കുന്നതും. അന്ന് നിതിൻ അഗർവാൾ പോകുന്ന ഒഴിവിലേക്കാണ് വരുന്നത്. കഷ്ടിച്ച് 48 മണിക്കൂർ മാത്രമേ അദ്ദേഹം SP ആയിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചനയോ ഏതെങ്കിലും തരത്തിലൊരു പൊളിറ്റിക്കലായിട്ടുള്ള താല്പര്യമോ ഡെവലപ്പ് ചെയ്യേണ്ട സമയമേ ആയിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി കളക്ടറായിരുന്ന TT ആന്റണിയുടെ നിർദ്ദേശപ്രകാരം DYSP അബ്ദുൾ ഹക്കീം ബത്തേരിയും രേവതാ ചന്ദ്രശേഖരും അടങ്ങുന്ന ഒരു വലിയ പോലീസ് സന്നാഹം വിന്യസിക്കുന്നു. അന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ് വെടിവെക്കാനുള്ള ഉത്തരവ് വരുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, നേരത്തെ സ്മൃതി വായിച്ച പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നതാണ്. അത് 1997 ജൂലൈ 17-ാം തീയതി പത്രങ്ങളിൽ വലിയൊരു പരസ്യം സർക്കാരിൻ്റെ ചെലവിൽ തന്നെ നൽകുന്നുണ്ട്. ആ പരസ്യത്തിൽ പറയുന്നത് ഇതാണ്, നേരത്തെ വായിച്ചത് ഒരിക്കൽ കൂടി: കൂത്തുപറമ്പ് വെടിവെപ്പ് എന്താണ് യാഥാർത്ഥ്യം? അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം സംക്ഷിപ്തം എന്ന രൂപത്തിലാണ് അന്ന് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഒരു വിവരം സർക്കാർ പരസ്യമായി നൽകുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ അപൂർവതയുണ്ട്. ഈ കേസിൽ വേറെ ഒരു കേസിലും അങ്ങനെ ജുഡീഷ്യൽ കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ പരസ്യമായി PRD നൽകിയിട്ടില്ല. ഇതതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് നൽകുന്നത്. അന്ന് 97-ലാണ് കൊടുക്കുന്നത്, ഓർമ്മിക്കണം. 1997 കൂത്തുപറമ്പ് വെടിവെപ്പ് എന്താണ് യാഥാർത്ഥ്യം? അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം. അതിൽ ASP രവാഡയുടെ ഉത്തരവാദിത്വം എത്രത്തോളം എന്ന തലക്കെട്ട് കൊടുത്തുകൊണ്ടാണ് പത്രം ഈ പരസ്യം പ്രസിദ്ധീകരിക്കുന്നത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ വെടിവെക്കാനുള്ള ഉത്തരവ് നടപ്പിലാക്കിയത് ASP RA ചന്ദ്രശേഖർ ആയിരുന്നു, രേവതാ ചന്ദ്രശേഖർ ആയിരുന്നു. വെടിവെപ്പിൻ്റെ കാര്യത്തിൽ ഇതിന് തുനിയണമോ വേണ്ടയോ എന്നതിൽ തീരുമാനമെടുക്കേണ്ട ചുമതല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ്. ഈ സംഭവത്തിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആവശ്യമായ ഉത്തരവ് നൽകുകയും ചെയ്തു, അതായത് TT ആന്റണി. ASP എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്
മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് നടപ്പാക്കുകയാണ് ചെയ്തത്. സംഭവത്തിൽ 2 ദിവസം മുമ്പ് ചുമതലയേറ്റ പരിചയം കുറഞ്ഞ ജൂനിയർ IPS ഉദ്യോഗസ്ഥനാണ് ASP എന്നതിനാൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില്ലറ വീഴ്ചകൾ പൊറുക്കാവുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചുമലിൽ ഉത്തരവാദിത്വം ഏറ്റുവെക്കാൻ കാരണമൊന്നും കാണുന്നില്ല. ഇത് തന്നെയാണ് അന്ന് കൊടുത്ത സ്വകാര്യ ന്യായത്തിന്റെ ഭാഗമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അതിനുശേഷം സുപ്രീം കോടതിയും 2012 തീരുമാനമെടുക്കുന്നത്. 2012 ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കുന്നത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കുന്നത് 2006 കൊടുത്ത സ്വകാര്യ ന്യായത്തിന്റെ പുറത്ത് കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതി ആണ് ഒരു ഉത്തരവ് കൊടുക്കുന്നത്, കേസ് എടുക്കണമെന്ന്. അതായത് ആദ്യത്തെ ഹൈക്കോടതി ഉത്തരവിനും സുപ്രീം കോടതി ഉത്തരവിനും ശേഷം വീണ്ടും കൂത്തുപറമ്പിലെ മജിസ്ട്രേറ്റ് കോടതി ഒരു സ്വകാര്യ ന്യായത്തിന്റെ പുറത്താണ് വീണ്ടും കൊടുക്കുന്നത്. അതും ഹൈക്കോടതി തള്ളിക്കളയുന്നു. നിലവിൽ രവരാജ് ചന്ദ്രശേഖരനെ കൂത്തുപറമ്പിന്റെ വിഷയത്തിൽ പ്രതിയാക്കാൻ കഴിയില്ല എന്നുള്ളത് 2 വിധികളിലൂടെ കോടതി വിധികളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ജുഡീഷ്യൽ കമ്മീഷൻ കുറ്റവിമുക്തനാക്കിയിട്ടുള്ളതാണ്. പക്ഷേ പൊളിറ്റിക്കലായിട്ട് അപ്പോഴും രവരാജ് ചന്ദ്രശേഖരനും നിതിൻ അഗർവാളിൻ്റെയും പേര് DYFയും CPM എല്ലാ ക്യാമ്പുകളിലും പറഞ്ഞിരുന്നു എന്നുള്ളതും വാസ്തവമാണ്. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ നിലവിൽ UPC കൊടുക്കുന്ന ലിസ്റ്റിൽ ഈ 3 പേരുടെ പേരിൽ ആരെടുക്കണമെന്നുള്ളതാണ് ചോയ്സ്. നിലവിൽ ഇതിനകത്ത് ഏറ്റവും ഒരുപക്ഷെ സർക്കാരിന് തലവേദന ഉണ്ടാക്കാൻ കുറവുള്ള നിതിൻ അഗർവാൾ വന്നാൽ അത് വീണ്ടും പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആകും എന്നുള്ളത് കൊണ്ട് തന്നെ കുറ്റവിമുക്തനാക്കിയ മെറിറ്റോറിയസ് ആയ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം വളരെ ഡിപ്ലോമാറ്റിക്കായി സർക്കാരുമായി ചേർന്നു പോകുന്ന, അതിനുശേഷം സർക്കാരിനെ ഇന്നേ വരെ ഒരു പ്രതിസന്ധിയിലും എത്തിയിട്ടില്ലാത്ത, നേരത്തെ ഷെയ്ഖ് ദർവീഷ് സാഹിബിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വളരെ സൗമ്യമുഖമുള്ള, വളരെ തമാശക്കാരനായ, കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന മെറിറ്റോറിയസ് ആയ ഒരു കാൻഡിഡേറ്റ് ആണ് എന്ന് സർക്കാരിന് തോന്നിയതുകൊണ്ടാണ് ഈ 3 പേരിൽ ഒരാളെ പിക്ക് ചെയ്തത്. ഈ 3 പേരെയും സർക്കാരിന് താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കാനുള്ള കാരണം പ്രകാശ് സിംഗ് കേസിൻ്റെ മെറിറ്റ് ഇവിടെ പാലിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് കർണാടകയോ തമിഴ്നാടോ ഇതുവരെയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ഈ വിഷയത്തിൽ വേണ്ടതില്ല എന്ന ഒരു തീരുമാനം സർക്കാർ നടപ്പിലാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജിമ്മിക്ക് എന്തോ തിരുവനന്തപുരത്ത് സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്കെതിരെ അന്നൊരു വലിയ സമരം നടക്കുന്ന കാലമാണ്. സംയുക്ത വിദ്യാർത്ഥി സമിതിയാണ് ഉണ്ടാക്കുന്നത്. അന്ന് SFI, AASF അടക്കം മുതൽ SUCI വരെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരാഹാരം നടക്കുന്ന കാലം. അതിനുശേഷം ആ സമരം 1 മാസം ശേഷം അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ രാഷ്ട്രീയ സമരത്തിൻ്റെ അടുത്ത ഘട്ടം തുടങ്ങുന്നു. എല്ലാ മന്ത്രിമാരുടെയും ഔദ്യോഗിക പരിപാടികൾ ഞങ്ങൾ തടയും. അന്ന് MV രാഘവൻ മാത്രമല്ല, അതിന് തലേദിവസം മാണിയെ തടയുന്നുണ്ട്. കേരളം മുഴുവൻ മന്ത്രിമാരെ തടയുന്നത് ഈ സമരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് MV രാഘവനെ തടഞ്ഞത്. അല്ല, MV രാഘവനെ തടഞ്ഞതിന്റെ കാരണം ഇതാ പറഞ്ഞത്. അല്ല, ഈ സമരം അല്ല, ഈ പരിയാരം കോളേജ് വേറെ ആയിരുന്നു. പരിയാരം കോളേജ് എന്താ സഹകരണ മേഖലയിൽ നിർത്താനായിരുന്നു തീരുമാനം. അല്ല, സഹകരണ മേഖലയിൽ, അതായത് സ്വാശ്രയ മെഡിക്കൽ കോളേജാണ് വിഷയം. അല്ല, പരിയാരം മെഡിക്കൽ കോളേജിന്റെ വസ്തുവും പരിയാരം മെഡിക്കൽ കോളേജിന്റെ പ്രോപ്പർട്ടിയും സർക്കാരിൻ്റെതാകയാൽ ആ സർക്കാരിന്റെ ഭൂമി K കരുണാകരനും MV രാഘവന്റെയും ട്രസ്റ്റിന് കൊടുക്കാൻ പറ്റില്ല. അതായിരുന്നു ആ സമരത്തിന്റെ ലക്ഷ്യം. അത് മാത്രമായിരുന്നില്ല. അല്ല, ആ സമരത്തിന്റെ ലക്ഷ്യം അതായിരുന്നു. അല്ല, അതായത് നിങ്ങൾക്ക് പറയാൻ പറ്റും, അതായത് സ്വാശ്രയ മുദ്രാവാക്യങ്ങളോ എല്ലാ മുദ്രാവാക്യങ്ങളും അല്ലെന്നേ. സ്വാശ്രയ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ആശയത്തെ എതിർത്തുകൊണ്ടാണ് സമരം തുടങ്ങുന്നത്. അതിനകത്ത് ആദ്യത്തെ സംഭവമാണ് പരിയാരത്ത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്വാശ്രയ മേഖലയിലെ മെഡിക്കൽ കോളേജ് ആദ്യമായി വരുന്നത് ഈ പറയുന്ന സഹകരണ മേഖലയിലാണ്. തെറ്റിദ്ധരിക്കുന്നതിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിനകത്ത് വെറും ഒരു സ്വാശ്രയ പ്രശ്നം മാത്രമല്ല. ഇതിനകത്ത് പ്രശ്നം എന്താ? ഇത് സ്വാശ്രയ മേഖലയിൽ തുടങ്ങുന്ന സർക്കാരിന്റെ ഭൂമിയിൽ അത് കൂടി ഉണ്ടായിരുന്നു. സ്വകാര്യ ട്രസ്റ്റ് എങ്ങനെയാണ് സ്ഥാപനം നടത്തുക? ഇതായിരുന്നു വളരെ സ്പെസിഫിക് ആയ ചോദ്യം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അന്ന് 2 മന്ത്രിമാർ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ആ 2 മന്ത്രിമാർ പങ്കെടുക്കുമ്പോൾ MV രാഘവനെ തടയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ മന്ത്രിമാരും ആ മന്ത്രിമാർ ഒരു മന്ത്രി തടഞ്ഞിട്ടില്ല. അദ്ദേഹം തിരിച്ചുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ MV രാഘവനെ തടയാനുള്ള കാരണം ഇതാണ്. കാര്യം MV രാഘവനെ അല്ലല്ലോ സ്വാഭാവികമായിട്ട് തടയേണ്ടത്. അതല്ല വിഷയം. ഞാൻ പറയുന്നത് ഇതിനകത്ത് വിഷയം, ഇതിനകത്തുള്ള സ്പെസിഫിക് ആണ് അരുൺ പറഞ്ഞ കാര്യം. അതായത് എന്തുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ ഭൂമി കൂടി എടുത്തുകൊണ്ട് പോകുന്നു? സ്വാശ്രയ മേഖലയിൽ ആദ്യം വരുന്ന മെഡിക്കൽ കോളേജ്. എനിക്കതിനകത്ത് തർക്കമില്ല. എനിക്ക് തർക്കമുള്ള എവിടെയാ? പരിയാരം മെഡിക്കൽ കോളേജിന്റെ കാരണം എന്ന് പറയുന്നത് കേവലം സ്വാശ്രയ സമരം മാത്രമായിരുന്നില്ല. നമ്മൾ രണ്ടുപേരും പറഞ്ഞതിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. സ്വാശ്രയ മെഡിക്കൽ അത് നമ്മൾ പറഞ്ഞു പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഇതേ CPM ഈ രക്തസാക്ഷികളെ സൃഷ്ടിച്ച് സ്വാശ്രയത്തിന് അനുകൂലമായ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചല്ലോ, കാലം മാറിയപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ രണ്ട് കോൺടെക്സ്റ്റിലെ 2 ദിവസത്തിന്റെ വ്യത്യാസമാണ്. അതായത് കേരളത്തിൽ തിരുവനന്തപുരത്ത് സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്കെതിരെ സ്വാശ്രയ മേഖലയിലേക്ക് വരുന്നതിന് ഒരു വലിയ സമരം നടക്കുന്നു. ആ സമരം
അവസാനിപ്പിക്കുന്നു. അതിനുശേഷം പ്രഖ്യാപിക്കുകയാണ് മന്ത്രിമാരെ എല്ലാം തടയും. അന്ന് ആദ്യമായി കേരളത്തിൽ വരാൻ പോകുന്ന മെഡിക്കൽ കോളേജ് സ്വാശ്രയ മേഖലയിലായിരുന്നു. സഹകരണ മേഖലയായിരുന്നു. സഹകരണ മേഖല വരുമ്പോൾ ഇങ്ങനെ ചില കുഴപ്പങ്ങൾ കൂടി ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അതുകൊണ്ടാണ് എം വി രാഘവനെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് എം വി രാഘവനെ മാത്രമല്ല ഈ മൊഴിയിൽ അതുണ്ട്. ആരുടെ രവത ചന്ദ്രശേഖർ കൊടുത്ത മൊഴിയിലും അതുണ്ട്. എം വി ജയരാജൻ അടക്കം ഉള്ള ആളുകൾ പറയുന്നത് കേട്ടു എന്നൊരു മൊഴിയുണ്ട്. ഒരുപക്ഷെ ഈ രവത ചന്ദ്രശേഖരനോടുള്ള പാർട്ടി നേതാക്കളുടെ വിയോജിപ്പ് എന്ന് പറയുന്നത് അവിടെയാണ്. അന്ന് ഈ മൊഴി കൊടുക്കുന്ന സമയത്ത് രവത ചന്ദ്രശേഖർ പറഞ്ഞു അത്രേ ഇതിൽ എം വി രാഘവനെ എന്തായാലും തടയും എന്ന് പറയുകയും അത് ഉറപ്പല്ലേ? അതാണ് അത് പറഞ്ഞത്. നേതാക്കളുടെ പേരിൽ എം വി ജയരാജൻ അടക്കമുള്ള പേരും ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ എം വി ജയരാജന്റെ പ്രതികരണമാണ് ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായി നിലനിൽക്കുന്നത്. എം വി ജയരാജൻ പ്രതികരിച്ചിട്ടുമില്ല. അത് മിണ്ടുകയില്ല. മാത്രമല്ല എം വി രാഘവൻ അങ്ങനെ വിടാൻ പറ്റുമോ? എം വി രാഘവൻ എപ്പോഴാ അപ്പുറത്തുനിന്ന് മാറി ഇപ്പുറത്ത് വന്ന് ഒരു സർക്കാർ രൂപീകരിച്ച് എം വി രാഘവൻ മന്ത്രിയാവുകയാണ്. ആ മന്ത്രിയാണ് സ്വാശ്രയ മേഖലയിൽ സ്വന്തമായി ഒരു കോളേജ് കൊണ്ടുവരാൻ പോകുന്നത്. അല്ല, ഇനിയിപ്പോ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടല്ലായിരുന്നെങ്കിൽ പോലും സ്വാശ്രയ മേഖലക്കെതിരായ ബാക്കി എല്ലാ സമരങ്ങളും പോലും അത് അവസാനിക്കുമായിരുന്നു. ഇവിടുത്തെ പ്രശ്നമല്ല. ഇവിടെ എം വി രാഘവൻ ഒന്ന് പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്. അത് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്ന കാര്യം. എം വി രാഘവൻ ആണ് എന്നുള്ളത് കൊണ്ട് കണ്ണൂരിൽ എം വി രാഘവൻ CPM-നെ സംബന്ധിച്ചൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒപ്പണന്റാണ്, രാഷ്ട്രീയമായ എതിരാളിയാണ്. രണ്ടാമത്തത് ഇങ്ങനൊരു കോസ് കൂടി അവിടെയുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ ഭൂമി വിട്ടത്. മുദ്രാവാക്യങ്ങൾ പോലും അങ്ങനെയായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് അരുണാചല പ്രശ്നം ഈ മുദ്രാവാക്യം വിളിച്ച ഒരാൾ എന്ന നിലയിൽ ആനുകൂല്യം എനിക്ക് ഒരു കാര്യമുണ്ട്. എം വി ജയരാജൻ പത്രത്തിൽ പറഞ്ഞാണ് 91-96 വർഷത്തെ UDF സർക്കാരിന്റെ ഭരണത്തിൽ നടമാടിയ അഴിമതിക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനുമെതിരെ DYFI പ്രഖ്യാപിച്ച സമരമായിരുന്നു ഔദ്യോഗിക പരിപാടിക്കെത്തുന്ന മന്ത്രിക്കെതിരെ കരിങ്കൊടി ഉയർത്തി പ്രതിഷേധം പ്രകടിപ്പിക്കൽ. അതിന്റെ ഭാഗമായിരുന്നു കൂത്തുപറമ്പിലും മട്ടന്നൂരിലും സഹകരണമന്ത്രി എം വി രാഘവനെതിരായ പ്രതിഷേധം. പക്ഷേ അതിനെ UDF സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുകയാണ് ചെയ്തത്. കാരണം ആദ്യമായി തിരുവനന്തപുരത്ത് സമരം നടക്കുന്ന സ്പെസിഫിക് റീസണാണ് പറഞ്ഞത്. അന്ന് കാര്യം പരിയാരം മെഡിക്കൽ കോളേജ് എപ്പോഴും ഫോക്കസ് ചെയ്യുമ്പോൾ സ്വാശ്രയത്തിന്റെ പേരിലുമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. സ്വാശ്രയത്തിനോടൊപ്പം ഇങ്ങനെ ഒരു അഴിമതിയുടെ വിഷയം കൂടി അവിടെയാണ് കോഴ എന്ന് പറയുന്നത്. അല്ല, അതുകൂടിയുണ്ട്. പക്ഷേ വിഷയം ആദ്യമായി കേരളത്തിൽ സ്വാശ്രയ മേഖല എന്തിനാണ് ശ്രീനിവാസനെ തല്ലുന്നത്? എന്തിനാണ് TP ശ്രീനിവാസൻ ആഗോള വിദ്യാഭ്യാസ സമയത്ത് തല്ലുന്നത് എന്തിനാണ്? അത് ആ ഘട്ടത്തിൽ ഞാൻ പറയുന്നതിലുള്ളൂ. ചരിത്രം നമ്മൾ പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ മേഖലയ്ക്കെതിരായ വലിയ സമരം, ആ സമരം SFI അവസാനിപ്പിക്കുന്നു. അതിനുശേഷം മന്ത്രിമാരെ തടയുന്ന DYFI ഒക്കെ രംഗത്തേക്ക് വരും. Meet the editors.